സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പിന്നെ ലോകസഭയിലെ സ്പീക്കർ ഇരിക്കണം, പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരിരിക്കണം. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട്, ഡോളറൈറ്റ്, ഗ്രാനൈറ്റ്, പുമിസ്റ്റോൺ, ഫെൽസ്പാർ, ഇതൊക്കെ ബസാൾട്ടും ഗ്രാനൈറ്റും എപ്പോഴും ചോദിക്കുന്നതാ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ ക്ലാസ് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ 10 അധ്യാപകര് 100 ചോദ്യങ്ങളോ അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഓരോ വിഷയത്തിന്റെയും 100 ചോദ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. 100ഓളം ചോദ്യങ്ങളുമായിട്ട് അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടട്ടെ എന്ന് വെച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചലഞ്ചുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്, റിവിഷൻ ആയിട്ട് വരികയാണ് ഞാൻ. പിന്നെ ഒന്നാമത് മാത്രമല്ല, ഞാൻ പലതവണ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, LDCക്കൊക്കെ ഇഷ്ടംപോലെ ഹോട്ട് ടോപ്പിക്സ് LGSനൊക്കെ തന്നിട്ടുണ്ട്. അതേപോലെ പ്രയോജനപ്പെടട്ടെ എന്ന് കുറെ പേർക്ക് ഓരോ പരീക്ഷകൾ പ്രയോജനപ്പെടുന്നു അല്ലെ. കുറച്ച് പേര് ഔട്ട് ആവുന്നു, കുറച്ച് പേര് ഇന്നാവുന്നു, പിന്നെ കുറച്ച് പേര് വീണ്ടും വീണ്ടും വാശിയോടുകൂടി പഠിക്കുന്നു. അതുകൊണ്ട് അവരുടെയൊക്കെ മുഖം കണ്ടുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ പിന്നെയും ആഗ്രഹിച്ച് വീണ്ടും വീണ്ടും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പരീക്ഷകൾ മുമ്പിൽ വരുന്നു അല്ലെ. സെക്രട്ടേറിയറ്റ് ആയാലും, ലാബ് അസിസ്റ്റന്റ് ആയാലും, സ്റ്റോർ കീപ്പർ ആയാലും, ഇനി ഇപ്പൊ ഫയർമാൻ ട്രെയിനി വിളിച്ചു, പോലീസ് വിളിക്കുന്നു, പോലീസ് ഡ്രൈവർ വിളിക്കുന്നു, ഫയർമാൻ ഡ്രൈവർ വിളിക്കുന്നു, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അങ്ങനെ ഇഷ്ടംപോലെ പരീക്ഷകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിൽ കുറേശ്ശെ ആൾക്കാർ കയറി ലിസ്റ്റിൽ വന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത പരീക്ഷകൾ ഇനി നിങ്ങൾക്കാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. എന്നാൽ കഴിയുന്ന സപ്പോർട്ടുകളെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് കുറച്ച് പരീക്ഷകളൊക്കെ നഷ്ടപ്പെടും, പോട്ടെ, അതിനെക്കുറിച്ച് ഇനി ചിന്തിച്ചിട്ട് എന്തോ ചെയ്യാൻ. അപ്പോൾ എത്ര വട്ടം ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളേ നിങ്ങളോട്. പക്ഷെ നമ്മൾ ഒരിക്കലും പിന്മാറരുത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച് ഒരു ലെവൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ കളഞ്ഞിട്ട് പോകണം. അല്ലാതെ ലെവൽ ആക്കി വെച്ച് കുഴപ്പമില്ലായിരുന്നു, എന്റെ അശ്രദ്ധ മൂലമാണ് പരീക്ഷ ഹാളിൽ എനിക്ക് കിട്ടാഞ്ഞേ എന്നുള്ളവരെ കുറെ പേരുണ്ടല്ലോ. അവരോടൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ചിലപ്പോൾ നമ്മൾ പഠിച്ച പരീക്ഷയ്ക്ക് എന്നെ തരണമെന്നൊന്നുമില്ല. പിന്നെ മറ്റു പരീക്ഷ ചിലവർ കണ്ടിട്ടില്ലേ, നമ്മൾ ഒരു വർഷം മുമ്പ് പഠിച്ച ഒരു ഓർമ്മയിൽ വന്ന ക്വസ്റ്റ്യനുകളൊക്കെ ഇപ്പൊ ഞാൻ ഉത്തരം എഴുതി എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ആ ഒരു വിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക. പിന്നെ തുടക്കക്കാരോട് എനിക്ക് എടുത്തു പറയാനുള്ളത്, നല്ല രീതി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആദ്യം കിട്ടണേന്ന് തന്നെ, ആദ്യത്തെ പരീക്ഷകളിൽ തന്നെ കിട്ടണേന്ന് പ്രാർത്ഥിച്ച് മുന്നേറി പഠിക്കുക. അതേ എനിക്ക് പറയാവുള്ളൂ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, പെട്ടെന്നൊന്നും ജോലി കിട്ടില്ല അല്ലെ. ഒരു PSC പരീക്ഷ എന്ന് പറയുമ്പോൾ എഴുതി നേടി ലിസ്റ്റിൽ വന്നു, റാങ്ക് ലിസ്റ്റ് വന്ന് കയറി വരുമ്പോൾ ഒരു നേരം ആകും. പക്ഷെ ആ ഒരു മനസ്സുണ്ടാവണം, അത്രയും നേരം എടുക്കുമല്ലോ, എന്നാലും ഞാൻ അത് കാത്തിരിക്കാം. എനിക്ക് കേരളത്തിലെ നല്ലൊരു ഗവൺമെന്റ് ജോലിയാണ് ഞാൻ കുറെ നാളുകൊണ്ടേ ആഗ്രഹിക്കുന്നത്. സ്കൂൾ കാലഘട്ടം തൊട്ടേ ആഗ്രഹിക്കുന്നതാണ്, എന്റെ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇത്രയും പഠിച്ചത് ഇവിടെ തന്നെ ജോലി ചെയ്യാനാണ് എന്നൊരു ആഗ്രഹത്തിൽ ഇറങ്ങിത്തിരിക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടുത്തെ ആഘോഷങ്ങളും ഇവിടുത്തെ കുടുംബ ഫംഗ്ഷനുകളിലായാലും എല്ലാത്തിലും നിങ്ങൾക്ക് പങ്കെടുക്കണം. മറ്റ് അടുത്തൊക്കെ ജോലി ചെയ്തവരുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയാൽ, ചില ജോലികൾക്കൊക്കെ നല്ല സാലറി ഒക്കെ കാണും. പക്ഷെ ആ സാലറി അല്ലല്ലോ, നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ഒരു വയസ്സല്ലേ ഉള്ളൂ. ആ വയസ്സുകൾ കടന്നു പോകുന്നതോറും പിന്നെ ആ വയസ്സ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഒരു പ്രായം കഴിഞ്ഞിട്ട് ഓരോരുത്തരൊക്കെ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു. റിട്ടയർഡ് ആകുമ്പോൾ ഇവിടെ വന്ന് സന്തോഷിക്കാനാണ്, അല്ലെങ്കിൽ മക്കൾക്ക് ഇവിടെ വന്ന് മക്കൾക്ക് വേണ്ടി സന്തോഷിക്കാൻ, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം നമുക്കില്ലേ. ചിലപ്പോൾ ഇവരുടെയൊക്കെ മക്കൾ, ഇപ്പം പലരുടെയും പറയാറുണ്ട്, മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, കേരളത്തിലധികം പ്രൈവറ്റ് മേഖലകളില്ല. അതുകൊണ്ടാണ് ഒരുവിധ ആൾക്കാർ പുറത്തോട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് കടന്ന് പോവാറില്ല. പക്ഷെ ഞാൻ പറയാറുള്ളത്, നല്ലൊരു ജോലി കേരളത്തിൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പഠിച്ചു നോക്ക്. കുറച്ച് നാൾ വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. വെയിറ്റ് ചെയ്ത് പഠിച്ച് ജോലി കിട്ടിയാൽ സ്വസ്ഥമായില്ലേ, ഒന്ന് ഫ്രീ ആയില്ലേ. രാവിലെ പോയി വൈകുന്നേരം വന്നുകൂടെ നിങ്ങൾക്ക്? വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൂടെ? അച്ഛൻ, അമ്മ, മക്കള്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എല്ലാം നിങ്ങളുടെ. പിന്നെ നാട്ടിലെ ഏതെങ്കിലും ക്ലബ്ബുകളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഏറ്റെടുത്തൂടെ? അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് നടത്തിക്കൂടെ? ഓണം, ഉത്സവം, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു സന്തോഷത്തോടെ പങ്കെടുത്തൂടെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറ്റുകയാണെങ്കിൽ സന്തോഷത്തോടെ നിൽക്കുക. അതുപോലെ എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നല്ലൊരു ജോലി നേടിയാൽ നിങ്ങൾക്ക് എപ്പോഴായാലും ഒരു സ്ഥായിയായി നിൽക്കും അല്ലെ. എന്ത് വന്നാലും, മുമ്പിൽ ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് മെച്യൂർ ആയെന്ന അങ്ങനെയുള്ള
ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നു, എന്ത് തീരുമാനം എടുക്കാനുള്ള നല്ലൊരു മനസ്സുണ്ടാക്കിയെടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടേ? അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് പഠിക്കും കേട്ടോ. ഈ പ്രിലിംസ് പരീക്ഷ നേടാൻ വേണ്ടി എന്നാൽ കഴിയുന്ന സപ്പോർട്ട് എല്ലാം ഉണ്ടാവും. ഒത്തിരി സാറുമാർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അവരും തീർച്ചയായിട്ടും ഓരോ വിഷയങ്ങൾ ആധികാരികമായി പറഞ്ഞു തരും. ഞാൻ ഓരോന്നോരോന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജനസംഖ്യ കൂടിയ ആദ്യത്തെ 3 സംസ്ഥാനങ്ങളുടെ പേര് പറയാൻ ചോദിക്കും. ചിലപ്പം ജനസംഖ്യ കൂടിയ ആദ്യ 3 സംസ്ഥാനങ്ങളുടെ പേര് ചോദിക്കാം. ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഉത്തർപ്രദേശ് അല്ലെ. ജനസംഖ്യ, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ, ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലോകസഭയിലും രാജ്യസഭയിലും നിയമസഭയിലും ജനസംഖ്യയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയൊക്കെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് അല്ലെ. ഉത്തർപ്രദേശിൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലും ആണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലും ഉത്തർപ്രദേശിലാണ്. ഓർമ്മയാണ്, ഉത്തർപ്രദേശിലാണ് ഗോതമ്പ്, കരിമ്പ്, പഞ്ചസാര, ബാർലി ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. ഗോതമ്പ്, കരിമ്പ്, പഞ്ചസാര, ബാർലി ഒക്കെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയുടെ. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ഏതാണ്? മുംബൈ. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈ. 7 ദ്വീപുകളുടെ നഗരം എന്ന് വിളിക്കുന്നത് മുംബൈ അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാ? മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം. അതുപോലെ ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ അല്ലേ. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയിലാണ്. അതുപോലെ മുംബൈയില് ഇന്ത്യയുടെ പരുത്തിത്തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. പരുത്തിത്തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെ? മഹാരാഷ്ട്രയിൽ. ഏറ്റവും വലിയ എണ്ണക്കനി അതല്ലേ? മുംബൈ ഹൈ എന്നല്ലേ നമ്മൾ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണക്കനി ഏതാണ്? നമ്മുടെ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ. ഏറ്റവും പഴയ എണ്ണക്കനി ആസാമിലെ ദിഗ്ബോയി ആണ്. ആസാമിലെ ദിഗ്ബോയി. 3ാം സ്ഥാനത്ത് ആരാണ്? ജനസംഖ്യയിൽ 3ാം സ്ഥാനത്ത് ബീഹാറാണ്. പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ ജനസംഖ്യയിൽ 1ാം സ്ഥാനം ഉത്തർപ്രദേശ്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ആർക്കാണ്? ബീഹാറാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെ? എല്ലാവരും 1 മാത്രമേ പഠിക്കൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ 3 എണ്ണമെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെ? രാജസ്ഥാൻ ഏറ്റവും വലുത്. നേരത്തെ മധ്യപ്രദേശ് ആയിരുന്നു, അതിനെ ഡിവൈഡ് ചെയ്ത് ഛത്തീസ്ഗഡ് ആയപ്പോ കുറഞ്ഞു അല്ലെ. പിന്നീട് രാജസ്ഥാനായി, പിന്നെ 2ാം സ്ഥാനം മധ്യപ്രദേശ്, 3ാം സ്ഥാനമാണ് മഹാരാഷ്ട്രയ്ക്ക്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ജനസാന്ദ്രത കൂടിയ ആദ്യത്തെ 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജനസാന്ദ്രത കൂടിയത് ബീഹാർ ഉണ്ട്. ഏറ്റവും ജനസാന്ദ്രത കൂടിയത് ബീഹാർ. ജനസാന്ദ്രത കുറഞ്ഞത് നിങ്ങൾക്കറിയാം, അരുണാചൽ പ്രദേശ് ആണ് അല്ലെ. ജനസാന്ദ്രത കൂടിയ 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബീഹാർ, പശ്ചിമ ബംഗാൾ, നമ്മുടെ കേരളം വരുന്നു. അതുകൊണ്ട് അത് നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. കേരളം 3ാം സ്ഥാനത്ത് വരുന്നുണ്ട് കേട്ടോ. ജനസാന്ദ്രത കൂടിയ 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ബീഹാർ, പശ്ചിമ ബംഗാൾ, കേരള. അപ്പൊ ഇതിലെ ഏറ്റവും കുറവ് ആരൊക്കെയാണ്? ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമാണ്. ജനസംഖ്യ കുറവ് ഏതാണ്? സിക്കിമാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഏറ്റവും വലുത് രാജസ്ഥാൻ പറഞ്ഞപ്പം ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ? ഗോവയാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ് അല്ലെ. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാർ ആണെങ്കിൽ ജനസാന്ദ്രത കുറവ് ആർക്കാണ്? അരുണാചൽ പ്രദേശിനാണ്. ജനസാന്ദ്രത കുറവ് എവിടെയെന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന്? പാകിസ്ഥാൻ, രാജസ്ഥാൻ ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, ജമ്മു കാശ്മീർ ഉണ്ട്. ഇതൊക്കെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നതാണ് കേട്ടോ. രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, ജമ്മു കാശ്മീർ ഇതൊക്കെ. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടം ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം. അപ്പൊ ഗുജറാത്ത്, ഗോവ, ഗുജറാത്ത് കഴിഞ്ഞ് ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, ആ ഒരു 3 എണ്ണം ഉണ്ട്. പിന്നെ തൊട്ട് താഴെ കിടക്കുന്ന കർണാടകയും തമിഴ്നാടും കേരളവും കിട്ടുമല്ലോ. അതൊരു കോഡ് ഉണ്ടാക്കി പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പോൾ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കും. താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടം പോകാത്ത സ്റ്റേറ്റ് ഏത് എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടൊന്ന് പഠിച്ചു വെക്കണേ. പൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ കർണാടക, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാനയുണ്ട്. തെലങ്കാന വരും കേട്ടോ. കർണാടക, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാനയൊക്കെ പൂർവ്വഘട്ടത്തിൽ വരും.
ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ചൈന, അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, ഇതൊക്കെ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. ജമ്മു കാശ്മീരല്ല, അത് സംസ്ഥാനങ്ങളിലാണ്. അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം. കുംഭമേള നടക്കുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. ഇന്ത്യയിൽ കുംഭമേള നടക്കുന്നത് ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. അത് ഒരു ചെറിയൊരു കോഡ് ഉണ്ടാക്കി പഠിച്ചേരെ. ഇങ്ങനെയുള്ളതൊക്കെയാണ് മാർക്ക് പോകാൻ സാധ്യത. അതുകൊണ്ടാണ് ഞാൻ അങ്ങ് എഴുതി തരുന്നത്. താർ മരുഭൂമി ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ പോകുന്നു? താർ മരുഭൂമി പ്രധാനമായിട്ടും രാജസ്ഥാനാണ്. കുറച്ച് ഭാഗങ്ങൾ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, ഇത്രയും സ്റ്റേറ്റിലുണ്ട്. താർ മരുഭൂമി ഇന്ത്യയിൽ ഏതെല്ലാം സ്റ്റേറ്റിലൂടെ ഉണ്ട്? പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്. സപ്ത സഹോദരിമാർ എന്ന് വിളിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? സപ്ത സഹോദരിമാർ എന്ന് വിളിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടില്ലേ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. മേഘാലയ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, ആസാം, ത്രിപുര, മണിപ്പൂർ. മേഘാലയ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, ആസാം, ത്രിപുര, മണിപ്പൂർ. അതൊന്ന് കോഡ് ഉണ്ടാക്കി പഠിക്കണം. ഇതൊക്കെ ഒത്തിരി കോഡുകളുണ്ട്. ചിലപ്പോൾ എന്റെ കോഡുകൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ആവണം. നിങ്ങൾ തന്നെ പഠിക്കുമ്പോൾ തിരിഞ്ഞു പോകുമ്പോൾ ചെറിയൊരു കോഡ് ഉണ്ടാക്കുക. ചിലത് ഒക്കെ ഇല്ലെങ്കിൽ ഒരു ഓർഡറിൽ പഠിക്കുക. ചിലപ്പോൾ തിരിഞ്ഞു പോവാതിരുന്നാൽ മതി നിങ്ങൾ പഠിക്കുമ്പോൾ. ഓക്കെ, ഇത് കുറെ നല്ല കുറച്ച് ക്വസ്റ്റ്യനുകളാണ് എഴുതിയത്. കാരണം എല്ലാം ഒരു ഓർഡറിൽ ഞാൻ എഴുതി തന്നിരിക്കുക. ക്ലാസിക്കൽ ഭാഷാ പദവിയിൽ വെച്ച ഇന്ത്യൻ ഭാഷകൾ ഏതെല്ലാം? ക്ലാസിക്കൽ ഭാഷാ പദവി ഇപ്പൊ കുറച്ച് ഭാഷകൾക്കും കൂടെ പുതിയത് കിട്ടിയില്ലേ? അതുകൊണ്ട് തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ, ഇവിടം വരെയായിരുന്നു നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന 6 ക്ലാസിക്കൽ ഭാഷ. ഇപ്പൊ എന്താ പുതിയ കൊതു കൊടുത്തു? ബംഗാളി, മറാത്തി, ആസാമീസ്, പ്രാകൃത്, പാലി. ഇത്രയും കിട്ടി. ബംഗാളി, മറാത്തി, ആസാമീസിനും പ്രാകൃതിനും പാലിക്കും എന്ത് കിട്ടി? ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചു. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഉന്നത പദവികളിലെ മുൻഗണനാ ക്രമം എഴുതുക. ഒരിടത്ത് ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഒക്കെ വിളിച്ചു കൂട്ടിയാൽ ആദ്യം ഇപ്പൊ നോട്ടീസിലൊക്കെ ആദ്യ പേര് വരേണ്ടത് എവിടെ, ആദ്യം ഇരിക്കേണ്ടത് ആര് എന്നൊക്കെ ചോദിക്കാറില്ലേ? ആ ഒരു കുറച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ചിലപ്പോ അങ്ങനെ ചോദിച്ചാലോ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഉന്നത പദവി വഹിക്കേണ്ടത് ആര്? 1 പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റ്, 3 പ്രധാനമന്ത്രി, 4 സംസ്ഥാന ഗവർണർമാരാണ് 4ാം സ്ഥാനത്തിരിക്കേണ്ടത്, 3 മുൻ പ്രസിഡന്റുമാർ, 5ാമത്തേതാണ് മുൻ പ്രസിഡന്റുമാർ. 1 ആദ്യം ഇരിക്കേണ്ടത് പ്രസിഡന്റ്, പിന്നെ സ്ഥാനം വൈസ് പ്രസിഡന്റിനാണ്, പിന്നെ പ്രധാനമന്ത്രി, പിന്നെ സംസ്ഥാനത്തെ ഗവർണർ, പിന്നെന്താണ് മുൻ പ്രസിഡന്റുമാരുണ്ടെങ്കിൽ അവരിയ്ക്കണം, പിന്നെ മുൻ ഉപപ്രധാനമന്ത്രിമാരുണ്ടെങ്കിൽ അവരിയ്ക്കണം, പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അത് കഴിഞ്ഞു വരേണ്ടത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പിന്നെ ലോകസഭയിലെ സ്പീക്കർ ഇരിക്കണം, പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരിരിക്കണം. അത് കഴിഞ്ഞാണ് സംസ്ഥാന മുഖ്യമന്ത്രിമാരിരിക്കേണ്ടത്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ, പിന്നെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, പിന്നെ മുൻ പ്രധാനമന്ത്രിമാർ കാണത്തില്ലേ, മുൻ പ്രധാനമന്ത്രിമാർ, രാജ്യസഭയിലെയും ലോകസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ, പിന്നെ ഭാരതരത്ന ജേതാക്കൾ. ഇതൊക്കെയാണ് ഓർഡർ. എല്ലാം ഒത്തിരി ഉണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ഇത്രയും അങ്ങ് പഠിക്കുക. ആദ്യം ആരായിരുന്നത്? ആദ്യം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സംസ്ഥാന ഗവർണർമാർ, മുൻ പ്രസിഡന്റുമാർ, ഉപപ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ലോകസഭാ സ്പീക്കർ കഴിഞ്ഞിട്ട് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, മുൻ പ്രധാനമന്ത്രി, രാജ്യസഭയിലെയും ലോകസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ, ഭാരതരത്ന ജേതാക്കൾ. ഇനി 3 പ്രധാന പത്രങ്ങൾ നോക്കി തിരിഞ്ഞു പോവാതിരിക്കുന്ന 3 പ്രധാന അൽ ഹിലാൽ, അൽ ബലാഖ് എന്നീ പത്രങ്ങൾ ആരുടെ? മൗലാന അബുൽ കലാം ആസാദ് അല്ലെ. അൽ ഹിലാൽ, അൽ ബലാഖ് എന്നീ പത്രങ്ങൾ ആരുടെയാണ്? മൗലാന അബുൽ കലാം ആസാദ്. അൽ ഇസ്ലാം എന്ന പത്രം ആരുടെ? അൽ ഇസ്ലാം എന്ന പത്രം ആരുടെ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ ഹിലാലും അൽ ബലാഖും ആർക്ക് കൊടുത്തടെ? മൗലാന അബുൽ കലാം ആസാദിന് കൊടുത്തെങ്കിൽ അൽ ഇസ്ലാം എന്ന പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് കൊടുത്തു. അൽ അമീൻ എന്ന പത്രം മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് കൊടുത്തത്. അൽ അമീൻ എന്ന കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അല്ലേ? ആണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നതും. അതുപോലെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. മൗലാന അബുൽ കലാം ആസാദിന് എന്തൊക്കെ ചോദ്യം ചെയ്യുക പറയാം? മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാര്?
ആര്? മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്, ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. നവംബർ 11 വിദ്യാഭ്യാസ ദിനം അല്ലെ, ഇദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ നവംബർ 11 വിദ്യാഭ്യാസ ദിനമായിട്ട് പറയുന്നു. പിന്നെന്താ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ തുടർച്ചയായി INC-യുടെ പ്രസിഡന്റ് ആയതാരാ? മൗലാന അബുൽ കലാം ആസാദ്. 40 മുതൽ 46 വരെ തുടർച്ചയായി INC-യുടെ പ്രസിഡന്റ് ആയതും മൗലാന അബുൽ കലാം ആസാദ് ആണ്. കിട്ടുമല്ലോ. വക്ക അബ്ദുൽ ഖാദർ മൗലവി എന്തൊക്കെയാ പഠിക്കുന്നത്? ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാരെന്ന് വെച്ചിട്ടില്ലേ? കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാരുടെ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ അൽ ഇസ്ലാം എന്ന പത്രം അദ്ദേഹത്തിന്റെയാണ്. ഓക്കെ, അപ്പൊ കേരള സുഭാഷ് ചന്ദ്രബോസ് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. അൽ അമീൻ എന്ന പത്രവുമായി പറയുന്നത്. ശിലകൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഒന്ന് പഠിച്ചുകൊണ്ട് പോരുടെ. ശിലകൾ നമുക്ക് 3 ശിലകളല്ലേ ഉള്ളത്? ഏതൊക്കെയാ? ആഗ്നേയശില, അവസാദശില, അവസാദശില, കായാന്തരിതശില അല്ലെ, 3 ശിലകളാണ് നമുക്കുള്ളത്. ആഗ്നേയശിലയുണ്ട്, അവസാദശിലയുണ്ട്, കായാന്തരിത. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട്, ഡോളറൈറ്റ്, ഗ്രാനൈറ്റ്, പുമിസ്റ്റോൺ, ഫെൽസ്പാർ. ഇതൊക്കെ ബസാൾട്ടും ഗ്രാനൈറ്റും എപ്പോഴും ചോദിക്കുന്നതാ കേട്ടോ. ഈ ബസാൾട്ടും ഗ്രാനൈറ്റും ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചേരെ, ബാക്കിയും പഠിച്ചേരെ. ബസാൾട്ട്, ഡോളറൈറ്റ്, ഗ്രാനൈറ്റ് ഇത് പ്രധാനമായിട്ടും ആഗ്നേയശില. അവസാദശിലയ്ക്ക് ചുണ്ണാമ്പുകല്ല്, ചോക്ക്, ജിപ്സം, കല്ലുപ്പ്, കളിമണ്ണ്, മണൽക്കല്ല് അതും ചോദിക്കും. ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും ഒക്കെ ഏതിനാണെന്ന് ചോദിച്ചാൽ അവസാദശിലയ്ക്ക് ഉദാഹരണം. കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണം മാർബിള്, സ്ലേറ്റ്, ഷിസ്റ്റ്, കോട്സ് ഇതൊക്കെ കേട്ടോ. മാർബിൾ, സ്ലേറ്റ് ഇതൊക്കെ ഏതിപ്പോടെ കായാന്തരിത ശിലയ്ക്ക് ഉപയോഗിക്കും. ഗ്രാഫൈറ്റ്, മാർബിള്, ഗ്രാഫൈറ്റും വേണമെങ്കിൽ ഇതിൽ വരാം കേട്ടോ, കായാന്തരിത ശിലയിൽ വരാം. ഓക്കെ, അപ്പം അതൊന്ന് പഠിച്ചു വെക്കണം. നല്ലൊരു പോയിന്റ് അല്ലേ? ഉദാഹരണങ്ങളാണ് കണ്ടിട്ടുള്ളത് കൂടുതലും, ഇന്നത് ഏത് ശിലയാണ് എന്ന് ചോദിക്കാം. അപ്പം ബസാൾട്ടും ഗ്രാനൈറ്റും ആഗ്നേയശില, ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും ഒക്കെ അവസാദശില, മാർബിളും ഗ്രാഫൈറ്റും ഒക്കെ ഏതാണ്? അത് കായാന്തരിത ശിലയിലാണ്. ഓർത്ത് വെച്ചിരിക്കണേ, നല്ലൊരു പോയിന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ, കേരളത്തിൽ കടൽ തീരമില്ലാത്ത എത്ര ജില്ലകളുണ്ട്? 5 ജില്ലകളാണ്. കടൽ തീരം ഉള്ളത് 9 ജില്ലയും കടൽ തീരമില്ലാത്തത് 5 ജില്ല. ഒന്ന് പഠിച്ചു വെച്ചേര്. പത്തനംതിട്ടയുണ്ട്, കോട്ടയമുണ്ട്, ഇടുക്കിയുണ്ട്. പിന്നെ പാലക്കാടും വയനാട്ടിലും കടൽ തീരമില്ലടെ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് ഇത്രയും ജില്ലകളിൽ എന്തില്ല? കടൽ തീരം ഇല്ല. കടൽ തീരമില്ലാത്ത ജില്ലകൾ. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സമുദ്രങ്ങളെ ഓർഡറിലാക്കാൻ, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം പസഫിക് ആണ് അല്ലെ. ഏറ്റവും വലിയ സമുദ്രം ഏതെന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രം. പിന്നെ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. ഇത്രയാണ് വലിപ്പത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ. അടുത്തത്, ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? 3 ജില്ലകളിലൂടെയല്ലേ ഭാരതപ്പുഴ ഒഴുകുന്നത്? മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂരാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. പെരിയാർ ഒഴുകുന്നതോ? അത് ഞാൻ എഴുതിയില്ലെന്ന് തോന്നുന്നു അല്ലെ. പെരിയാർ ഒഴുകുന്നത് 2 ജില്ലകളിലുണ്ട്. ഭാരതപ്പുഴ 3 ജില്ലകളിലുണ്ട്. മലപ്പുറം നമ്മളത് പഠിച്ചിട്ടുണ്ട്. എന്താ? മലപ്പുറത്തെ പൊന്നാനിയിൽ വെച്ചല്ലേ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചു നോക്കാം അല്ലെ. മലപ്പുറത്ത് പൊന്നാനിക്കടുത്ത് വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത്. അല്ലാതെ മലപ്പുറം വേറൊന്നും പഠിക്കുമല്ലോ. ഏതാ? മാമാങ്കം നടന്നിരുന്ന തിരുനാവായ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പൊ മലപ്പുറം ഉണ്ടെന്നറിയാം. പാലക്കാട് നമ്മൾ പഠിക്കും. എന്താ? ഈ നമ്മുടെ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലല്ലേ? പാലക്കാടല്ലേ മലമ്പുഴ അണക്കെട്ട്? പാലക്കാടാണ്. അതുപോലെ സൈലന്റ് വാലി പാലക്കാടിലൂടെ ഒഴുകുന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദികളൊക്കെ അല്ലേ? തൂതപ്പുഴ, കുന്തിപ്പുഴ. അപ്പൊ അതെല്ലാം പാലക്കാട് ജില്ലയാണെന്ന് അറിയാം. അതുപോലെ തൃശ്ശൂർ പിന്നെ നമുക്ക് ഉറപ്പാണ്. എന്തുകൊണ്ടാ? കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് എപ്പോഴും നമ്മൾ പഠിക്കാറുണ്ട്. കേരള കലാമണ്ഡലം തൃശ്ശൂരാണല്ലോ. അപ്പൊ അത് കിട്ടി. പെരിയാർ 2 ജില്ലകളെ ഉള്ളത്. ഏതൊക്കെയാണെന്നറിയാമോ? എറണാകുളവും ഇടുക്കിയും. എറണാകുളവും ഇടുക്കിയിലുമാണ് പെരിയാർ ഒഴുകുന്നത്. ഇടുക്കി ഉറപ്പായിട്ട് അറിയാം, നമുക്ക് ഒത്തിരി അണക്കെട്ടുകളൊക്കെ ഉണ്ട്. എറണാകുളവും നിങ്ങൾ പഠിക്കാം. എങ്ങനെ? ആലുവ, കാലടി, ഏറ്റുമാനൂര് ഇതൊക്കെ. ഏറ്റുമാനൂരല്ല, ആലുവ, കാലടി, മലയാറ്റൂര് ഇതൊക്കെ പെരിയാറിന്റെ തീരത്താണ് നമ്മൾ
പഠിക്കാറില്ലേ. പിന്നെ പെരിയാർ ദുരന്തം ഒക്കെ ഉണ്ടായി എന്നൊക്കെ പറയാറില്ലേ, വെള്ളപ്പൊക്കം ഉണ്ടായി എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം എറണാകുളവുമായി ബന്ധപ്പെട്ടതാണ് അതൊക്കെ. അപ്പം പെരിയാർ 2 ജില്ലകൾ. പമ്പ ഏതൊക്കെ ജില്ലകളാണ്? പമ്പ ഏതൊക്കെ ജില്ലകളാന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഒന്ന് പത്തനംതിട്ട ജില്ല അല്ലെ, ശബരിമലയൊക്കെ കിടക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ല ഒന്ന്, അതായത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഒക്കെ. രണ്ടാമത്തെ ഏതാണ്? ആലപ്പുഴയിലുണ്ട്. കാരണം വള്ളം കളികളൊക്കെ അവിടെ അല്ലേ, ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പാ നദിയിലാണ്, ആലപ്പുഴ ജില്ലയിലല്ലേ ചമ്പക്കുളം ഒക്കെ. അതുപോലെ പമ്പാ നദിയില. അതുപോലെ പമ്പ പിന്നെ വേറെ എവിടെ പോകുന്നുണ്ട് പമ്പാ നദി? ഒന്ന് പത്തനംതിട്ട പറഞ്ഞു, ആലപ്പുഴ പറഞ്ഞു, ഇടുക്കിയിലുണ്ട് പമ്പ. കുറച്ച് ഭാഗം ഇടുക്കിയില് ഉണ്ട്, ഇടുക്കിയുണ്ട്. ഇനി വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിൽ പോകുന്നുണ്ടോ? വേമ്പനാട്ട് കായൽ അതും കൂടെ എഴുതി തരണ്ടേ ആയിരുന്നു അല്ലെ, ഞാനങ്ങ് വിട്ടുപോയി. ഇത് ഇങ്ങനെയുള്ള മോഡൽ ചോദിക്കുന്നുണ്ട്. വേമ്പനാട്ട് കായൽ നമുക്കറിയാം ഒന്ന് കോട്ടയമാണെന്ന് അറിയാം. എന്തുകൊണ്ടാ? കുമരകം, വൈക്കം ക്ഷേത്രം ഒക്കെ വേമ്പനാട്ട്. പിന്നെ എറണാകുളം ആണെന്ന് അറിയാം. എന്തുകൊണ്ടാ? തുറമുഖം, ഈ കേരളത്തിലെ ഒരു തുറമുഖം വേമ്പനാട്ട് കായലല്ലേ, കൊച്ചി തുറമുഖം. പിന്നെ ഏതാണ് വേമ്പനാട്ട് കായലുള്ളത്? ആലപ്പുഴയിലുണ്ടെന്നറിയാം അല്ലെ. ആലപ്പുഴയിലല്ലേ നെഹ്റു ട്രോഫിയൊക്കെ വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായലിന്റെ സബ് കായലായ പുന്നമട കായലിലാണ്. അതുപോലെ തണ്ണീർ മുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ, ഇതൊക്കെ ആലപ്പുഴ ജില്ലയിലല്ലേ കിടക്കുന്നത്. അതെല്ലാം വേമ്പനാട്ട് കായലിലാണ്. അപ്പം വേമ്പനാട്ട് കായൽ കോട്ടയം, എറണാകുളം, ആലപ്പുഴ അല്ലെ. അപ്പം ഭാരതപ്പുഴ എവിടൊക്കെയാണ്? മലപ്പുറം, പാലക്കാട്, തൃശൂർ. പെരിയാർ എവിടൊക്കെയാണ്? എറണാകുളവും ഇടുക്കിയും. പമ്പ എവിടൊക്കെയാണ്? പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി. ഓക്കെ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യ വരും, ബംഗ്ലാദേശ് വരും, പാകിസ്ഥാൻ വരും, നേപ്പാൾ വരും, ഭൂട്ടാൻ വരും. പിന്നെ ഈ ശ്രീലങ്കയും മാലദ്വീപും ഒന്ന് പഠിച്ചേര്, സമുദ്രാതിർത്തിയുമായി ബന്ധപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ. ഉപദ്വീപീയ നദികൾ ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. ഇത്രയും നദികളെയാണ് ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കുന്നത്. ഗോദാവരിയുണ്ട്, കൃഷ്ണയുണ്ട്, നർമ്മദ, താപ്തി, മഹാനദി, കാവേരി. ഇത്രയാണ് ഉപദ്വീപീയ നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ. ഇനി വലിയ പൊട്ടുകൾ കാണപ്പെടുന്ന ഗ്രഹങ്ങൾ, ഒരു കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ്. വലിയ ചുവന്ന പൊട്ട് വ്യാഴത്തിനും വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂനാണ്. വലിയ വെളുത്ത പൊട്ട് ശനിക്കുമാണ് കേട്ടോ. വലിയ കറുത്ത പൊട്ടാർക്കാണ് നെപ്റ്റ്യൂൺ, വലിയ ചുവന്ന പൊട്ട് വ്യാഴത്തിനാണ്. ഓക്കെ. അപ്പൊ വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്നത് വ്യാഴം, വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂൺ, വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനിക്കാണ്. രക്ഷാസമിതിയിലെ സ്ഥിരം അംഗങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ UNOയുടെ രക്ഷാസമിതിയിൽ 5 രാജ്യങ്ങൾ സ്ഥിരാംഗങ്ങളും 10 രാജ്യങ്ങൾ, മൊത്തം എത്ര രാജ്യങ്ങളാണ് രക്ഷാസമിതിയിൽ? 15 രാജ്യങ്ങളാണ് രക്ഷാസമിതിയിൽ. അതിൽ 5 പേര് സ്ഥിരാംഗങ്ങളും ബാക്കി 10 പേര് താൽക്കാലിക അംഗങ്ങളാണ്. ആ സ്ഥിരാംഗങ്ങൾ ആരൊക്കെ എന്ന് ചോദിക്കാം. ഫ്രാൻസ്, ചൈന, ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ അല്ലെ. ഒരാളെ ഉള്ളു ഏഷ്യൻ രാജ്യമായിട്ട്. ആരാ? ചൈന. അപ്പൊ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ ഫ്രാൻസ്, ചൈന, ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ. ഇത്രയും പേരാണ് രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ. ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്? ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് അല്ലെ. ആദ്യം വന്നത് 1920, പിന്നെ 25 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 25, പിന്നെ 27, 34, 37 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് 37, 20, 25, 27, 34, 37 അല്ലെ. വൈക്കം ഗാന്ധിജി ആദ്യം വന്നത് 20-ലും അവസാനം വന്നത് എന്നാണ് 37-ലുമാണ്. അപ്പൊ 20, 25, 27, 34, 37. ഇനി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലോകം, ഇന്ത്യ, കേരളം നമുക്കൊന്ന് ഓടിക്കാം. ലോകത്ത് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് 1967 ഡിസംബർ 3-നാണ്. ഡിസംബർ 3-ന് ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ആരാണ്? ക്രിസ്ത്യൻ ബർണാഡ്. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്ത്യൻ ബർണാഡ്. ഇന്ത്യയിൽ 1994 ആഗസ്റ്റ് 3-ന് ന്യൂഡൽഹിയിലായിരുന്നു. ആരായിരുന്നു? ഡോക്ടർ വേണുഗോപാൽ. ഇന്ത്യയിൽ ആരായിരുന്നത്? ഡോക്ടർ വേണുഗോപാലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് 94-ലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് 2003 മെയ് 13-നാണ്. എറണാകുളത്താണ്. ജോസ് ചാക്കോ പെരിയപുര, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, അമൃത മെഡിക്കൽ ട്രസ്റ്റ്, ജോസ് ചാക്കോ പെരിയപുര. അപ്പം ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് 1967 ക്രിസ്ത്യൻ ബർണാഡ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് 1994 ഡോക്ടർ വേണുഗോപാൽ. കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് 2003 ജോസ് ചാക്കോ പെരിയപുര.
അപ്പൊ ലോകം 67 ക്രിസ്ത്യൻ ബെർണാഡ്, ഇന്ത്യ 94 വേണുഗോപാൽ, കേരളം 2003 ജോസ് ചാക്കോ പെരിയപുരം. കിട്ടുമല്ലോ, നല്ലൊരു പോയിന്റ് ആണ് അതെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഗംഗാ നദി ഏതൊക്കെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയല്ലയുടെ ഗംഗ. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ് അല്ലെ. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഉത്തർപ്രദേശിലൂടെയാണ്. ഏതൊക്കെ സ്റ്റേറ്റിലൂടെ പോകുന്നു നോക്കാം. ഒന്ന് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും ഉണ്ട്. പിന്നെ ബീഹാർ ഉണ്ട്, ബീഹാറിലൂടെ ഗംഗാ നദി ഒഴുകുന്നുണ്ട്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാളിലും ഗംഗാ നദി ഒഴുകുന്നുണ്ട്. അപ്പം ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. കിട്ടുമല്ലോ. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശ്. ഗംഗയുടെ പ്രധാന പോഷക നദി ഏതാണ്? യമുന അല്ലെ. യമുനയുടെ മറ്റൊരു പേര് എന്താ? യമുനയുടെ മറ്റൊരു പേര് കാളിന്തി എന്നറിയപ്പെടുന്നത് യമുന നദി. ഡൽഹി, ആഗ്ര, താജ്മഹൽ ഇതിന്റെയൊക്കെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ യമുന നദിയാണ് അല്ലെ. ദേശീയ ജലപാത 1 ഗംഗാ നദിയിലല്ലേ. ദേശീയ ജലപാത 1 അലഹബാദ് മുതൽ ഹാൽഡി വരെ ഗംഗാ നദിയില അല്ലെ. ഗംഗയും അവയുടെ പോഷക നദിയായ ഭഗീരഥയും ഹൂഗ്ലിയുമാണ്. അടുത്തത്, ഇന്ത്യയുടെ മാനക രേഖാംശമായ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം ഉത്തർപ്രദേശും മധ്യപ്രദേശും ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. കിഴക്കെന്ന് പറയണേ പുതിയ ആൾക്കാരോട് ശ്രദ്ധിക്കേണ്ടത്, കിഴക്ക് പടിഞ്ഞാറെന്നൊക്കെ തരും. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ 78%, ഓക്സിജൻ 21%, ആർഗൺ 0.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03%. എത്രയെങ്കിലും ഓർത്തു വെക്കുക. ആദ്യത്തെ 4 എണ്ണം പഠിച്ചിട്ട് പോവുക. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത, നിർദ്ദേശക തത്വങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഇല്ലേ നമ്മുടെ ഭരണഘടനയിൽ? മൗലിക അവകാശങ്ങളുണ്ട്, നിർദ്ദേശക തത്വങ്ങളുണ്ട്, മൗലിക കർത്തവ്യങ്ങളുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റി സപ്രൂ കമ്മിറ്റിയും മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സോരൻ സിംഗ് കമ്മിറ്റിയുമാണ്. നമുക്ക് എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? 11 മൗലിക കർത്തവ്യങ്ങളാണ് അല്ലെ. മൗലിക കർത്തവ്യങ്ങൾ എത്ര എണ്ണം അവിടെ? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് അല്ലെ, സോവിയറ്റ് യൂണിയനിൽ നിന്ന്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A ഭാഗം 4A അല്ലെ. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 51A ഭാഗം 4A. നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4 ആണ്. ഭാഗം എത്രയാണ്? ഭാഗം 4 ആണ്. ആർട്ടിക്കിൾ എത്രയാണ്? ഭാഗം 4 ആണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങൾ അല്ലെ. അത് സപ്രൂ കമ്മിറ്റിയാണ് കൊണ്ടുവന്നത്. ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? അയർലൻഡിൽ നിന്നാണ്. ഗാന്ധിയൻ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ്, ലിബറൽ, ക്ഷേമ രാഷ്ട്രങ്ങൾ, ഇതൊക്കെ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നിർദ്ദേശക തത്വങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ രൂപീകരിക്കാൻ കാരണമായത് സപ്രൂ കമ്മിറ്റി, മൗലിക കർത്തവ്യങ്ങൾ രൂപീകരിക്കാൻ കാരണമായത് സോരൻ സിംഗ് കമ്മിറ്റി. മൗലിക അവകാശങ്ങൾ 6 എണ്ണമല്ലേ നമുക്കുള്ളത്? 6 എണ്ണം ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. 1931 കറാച്ചി സമ്മേളനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യ ഒപ്പുവെക്കാൻ കാരണമായത്. ഓർമ്മയുണ്ട്, കറാച്ചി സമ്മേളനത്തിലാണ് പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അല്ലെ. മൗലിക അവകാശങ്ങൾ 12 മുതൽ 35 വരെ ആണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത് ഏതാ? ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ, ആർട്ടിക്കിൾ 14. ജാതി, മതം, ലിംഗം എന്നിവയുടെ വേർതിരിക്കരുത് പറയുന്നത് ആർട്ടിക്കിൾ 15 ആണ്. ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ആർട്ടിക്കിൾ 16 ആണ്. ഐത്തം, മഹാത്മാഗാന്ധി കീ ജയ് എന്ന് തുടങ്ങുന്നത് ആർട്ടിക്കിൾ 17 ആണ്. ബഹുമതികൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18 ആണ്. 19 ആണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് വിളിക്കുന്നത് ആർട്ടിക്കിൾ 19 ആണ്. അതുപോലെ ആർട്ടിക്കിൾ കുറ്റവുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തവനെ വീണ്ടും ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 20 ആണ് കുറ്റവുമായി ബന്ധപ്പെട്ടത്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും ഏതാ? ആർട്ടിക്കിൾ 21 ആണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് ഏതാ? ആർട്ടിക്കിൾ 21A ആണ്. കരുതൽ തടങ്കൽ എത്ര? ആർട്ടിക്കിൾ 22 ആണ്. മനുഷ്യക്കടത്ത്, അടിമത്തം എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 23 ആണ്. ബാലവേലയോ? ബാലവേല ആർട്ടിക്കിൾ 24 ആണ്. ബാലവേല ഏതാണ്?
ആർട്ടിക്കിൾ 24 ബാലവേല എന്ന് വിളിക്കുന്നത്. 25 മുതൽ 28 വരെ ഏതാ? അത് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുന്നു അല്ലെ. ചൂഷണവും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ളത് ഏതാ? സാംസ്കാരിക വിദ്യാഭ്യാസപരവും 29, 30. ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം ഏതാ? 32 മുതൽ 35 വരെ. ഇത്രയേ ഉള്ളൂ മൗലിക അവകാശങ്ങൾ അല്ലെ. BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതാ? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത് ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത് അല്ലെ. അത് നിർദ്ദേശക തത്വങ്ങളും എല്ലാം ഒന്ന് നോക്കണേ. 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങൾ. 51A ആണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തു നോക്കുക. പിന്നെ ഒരു ദിവസം ഞാൻ അതെല്ലാം ഒന്നും കൂടെ ഒന്ന് റിവിഷൻ നടത്തി തരാം. കല്യാണ സൗഗന്ധികം തുള്ളൽ കൃതി കുഞ്ചൻ നമ്പ്യാർ അല്ലെ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി ഏതാ? കല്യാണ സൗഗന്ധികമാണ് ആദ്യ തുള്ളൽ. എവിടെ അദ്ദേഹം ആദ്യമായിട്ട് തുള്ളൽ അവതരിപ്പിച്ചത്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലല്ലേ ആദ്യമായിട്ട് തുള്ളൽ അവതരിപ്പിച്ചത്? ആണ്. കുഞ്ചൻ നമ്പ്യാർ എവിടാണ് ജനിച്ചത്? കുഞ്ചൻ നമ്പ്യാർ പാലക്കാട് ലക്കിടി പഞ്ചായത്തിലെ കിള്ളിക്കുറിശി മംഗലത്തിലെ കലക്കത്ത് ഭവനം അല്ലെ. കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് എവിടാണ്? പാലക്കാട് ലക്കിടി പഞ്ചായത്തിലെ കിള്ളിക്കുറിശി മംഗലത്തിലെ കലക്കത്ത് ഭവനത്തിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലെ. അദ്ദേഹത്തിന്റെ എല്ലാ വിശേഷണങ്ങൾ മലയാളത്തിന്റെ ജനകീയ കവി എന്ന് വിളിക്കുന്നത് ആര്? കവിത ചാട്ടവാറാക്കിയ കവി ആര്? ആരാ? കുഞ്ചൻ നമ്പ്യാർ. കവിത ചാട്ടവാറാക്കിയ കവി, മലയാളത്തിന്റെ ജനകീയ കവി എന്നൊക്കെ വിളിക്കുന്നത് കുഞ്ചൻ നമ്പ്യാര. അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് ഘോഷയാത്ര. മോഹിനിയാട്ടത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ഘോഷയാത്ര. കല്യാണ സൗഗന്ധികം തുള്ളൽ എപ്പോഴും ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ തുള്ളൽ ആദ്യമായിട്ട് എവിടാണ്? ആദ്യം അവതരിപ്പിച്ചത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. പേപ്പട്ടി കടിച്ച് മരിച്ച മലയാള കവിയാരെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? അതും കുഞ്ചൻ നമ്പ്യാര. പേപ്പട്ടി കടിച്ച് മരിച്ച മലയാള കവി. കല്യാണ സൗഗന്ധിക ആട്ടക്കഥ എഴുതിയത് കോട്ടയത്ത് തമ്പുരാനാണ് കേട്ടോ. കോട്ടയം നമ്മളെ കഥകളിയുടെ പിതാവ് അല്ലെ. കഥകളിയുടെ പിതാവല്ലേ കോട്ടയത്ത് തമ്പുരാൻ. കഥകളിയുടെ ആദ്യകാല നാമ രാമനാട്ടത്തിന്റെ പിതാവാരാ? അത് കൊട്ടാരക്കര തമ്പുരാനാണ്. അപ്പൊ കഥകളിയുടെ ആദ്യകാല രൂപമായ രാമനാട്ടത്തിന്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയായി മാറുമ്പോൾ അതാരുടെ? കോട്ടയം തമ്പുരാനായി പോയി. അദ്ദേഹത്തിന്റെയാണ് കല്യാണ സൗഗന്ധിക ആട്ടക്കഥ. പിന്നെ ഇന്ത്യയിൽ ലോകത്ത് ചേരിചേരാ പ്രസ്ഥാനമില്ലേ, നാം എന്ന് പറയുന്ന സംഘടന, നോൺ അലൈൻ മൂവ്മെന്റ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പി ആര്? 1961 ഇത് രൂപീകൃതമാകുന്നത്. ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ചേരിചേരാ പ്രസ്ഥാനം വന്ന വർഷം എന്നാണ്? 61 ജവഹർലാൽ നെഹ്റു. ബെൽഗ്രേഡ്, യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലാണ് ഇത് വരുന്നത്. ഇത് രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി നടന്നത് 1955 ബാന്തും സമ്മേളനത്തിലാണ്. ഉടമ്പടി നടന്നത് ബാന്തും സമ്മേളനത്തിലും. ഇത് രൂപീകരിച്ചത്, ചേരിചേരാ പ്രസ്ഥാനം നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ 61 ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ശില്പി. കുറെ പേര് ചേർന്നാണ്. ഈജിപ്തിലെ ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ കേട്ടിട്ടില്ലേ, അഹമ്മദ് സുക്കാർണോ, ഇവരെല്ലാം കൂടെ ചേർന്നാണ് ചേരിചേരാ പ്രസ്ഥാനം കൊണ്ടുവരുന്നത്. ഇനി ചേരിചേരാ നയം എന്നൊരു ആശയം കൊണ്ടുവന്ന മലയാളി VK കൃഷ്ണമേനോനാണ്. ആദ്യമായിട്ട് ചേരിചേരാ നയം എന്ന ആശയം കൊണ്ടുവന്ന മലയാളി ആരാണ്? VK കൃഷ്ണമേനോൻ. കോഴിക്കോടുകാരനല്ലേ VK കൃഷ്ണമേനോൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ VK കൃഷ്ണമേനോൻ അല്ലേ. ആണ്. ഗോവ വിമോചന സമയത്ത് 1961 അല്ലെ, 61 ഗോവ വിമോചനം. പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടു പോകുന്ന ഗോവ വിമോചനം ഓപ്പറേഷൻ വിജയ് അല്ലെ. ഓപ്പറേഷൻ വിജയ് സമയത്ത് INCയുടെ നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? VK കൃഷ്ണമേനോനാണ്. എന്നാ ഗോവ വിമോചനം 61 ഏത് സംസ്ഥാനത്തുകാരനാണ്? കേരളത്തിലെ കോഴിക്കോടുകാരനാണ് VK കൃഷ്ണമേനോൻ. പിന്നുണ്ടല്ലോ VK കൃഷ്ണമേനോന് വേറൊരു നല്ലൊരു ചോദ്യം. ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ചതാര് അല്ലെ. UNOയിൽ പോയി തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ചത് ആരാണ്? VK കൃഷ്ണമേനോനാണ് അല്ലെ. VK കൃഷ്ണമേനോൻ മ്യൂസിയം കോഴിക്കോട് ജില്ലയിലുണ്ട് കേട്ടോ. VK കൃഷ്ണമേനോൻ മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത്. അപ്പൊ ചേരിചേരാ നയം എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? VK കൃഷ്ണമേനോൻ. ഇന്ത്യയിലെ സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നതും ഇദ്ദേഹമാണ് കേട്ടോ. ഇന്ത്യയിലെ സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നതും ആരാണ്? VK കൃഷ്ണമേനോൻ. ഇനി തത്വചിന്തകനായ രാഷ്ട്രപതി ആരാണ്? തത്വചിന്തകനായ രാഷ്ട്രപതി നമ്മുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അല്ലെ. ഇദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ നമ്മുടെ വിദ്യാഭ്യാസ ദിനമായിട്ട് പറയുന്നത്? സെപ്റ്റംബർ 5. വിദ്യാഭ്യാസ ദിനമായിട്ട് നമ്മൾ വിദ്യാഭ്യാസ ദിനമല്ല, അധ്യാപക ദിനം. അധ്യാപക ദിനമായി സെപ്റ്റംബർ 5 പറയുന്നത് ആരുടെ ജന്മദിനമാണ്? നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എവിടുത്തുകാരാ? ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹമാണ് അല്ലെ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒക്കെ തിരിഞ്ഞു പോകുക. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആരായിരുന്നു? എവിടെയാണ് ജനിച്ചത് ഇദ്ദേഹം? തമിഴ്നാട്ടിൽ അല്ലെ. തമിഴ്നാട്ടിലെ തിരുത്തണിയിൽ ജനിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്?
ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇദ്ദേഹത്തെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റും ആദ്യത്തെ ഉപരാഷ്ട്രപതിയും. അല്ലെ, രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാനും ഇദ്ദേഹമായിരിക്കുമല്ലോ. അല്ലെ, രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി അല്ലേ. രാജ്യസഭയുടെ പിതാവെന്നും രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അല്ലെ, ഇദ്ദേഹത്തിന് ആദ്യത്തെ എന്ത് കിട്ടി? ഭാരതരത്ന ലഭിക്കുന്നത് 1954 പ്രഖ്യാപിച്ച ഭാരതരത്നം 1954 പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തിനാണ്. 3 പേർക്ക് ആദ്യം കൊടുക്കുന്നത്. സി രാജഗോപാലാചാരി, സി വി രാമൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി ഭാരതരത്നം. സി രാജഗോപാലാചാരി, സി വി രാമൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പൊ ഇവർക്ക് 3 പേർക്കാണ് ആദ്യം കിട്ടുന്നത്. അപ്പം തമിഴ്നാട്ടിലെ തിരുത്തണിയിലാണ് ഈ പ്രസിഡന്റ് ജനിച്ചത്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായിട്ട് പറയുന്ന സെപ്റ്റംബർ 5. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ. ആദ്യം മുസ്ലിം രാഷ്ട്രപതി എന്നൊക്കെ വിളിക്കുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ അല്ലേ? ആണ്, സക്കീർ ഹുസൈനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാം പഴശ്ശി വിപ്ലവം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതിയും രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കലും. അല്ലെ, എന്താണ് കാലഘട്ടം? ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97 രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805 ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97 രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805 അല്ലെ. പഴശ്ശിരാജയുടെ കേന്ദ്രം എവിടെയായിരുന്നു? പഴശ്ശിരാജയുടെ കേന്ദ്രം പുരളിമല, കണ്ണൂർ ജില്ലയിലെ പുരളിമലയിലാണ് പഴശ്ശിരാജയുടെ കേന്ദ്രം എന്ന് വിളിക്കുന്നത്. പഴശ്ശിയുടെ യഥാർത്ഥ നാമം ഉണ്ടായിരുന്നു. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. അല്ലെ, കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പുരളീശമൻ, പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ, പുരളീശമൻ, പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. ഓർത്തു വെച്ചിരിക്കണേ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ കെ എം പണിക്കരല്ലേ. എന്നാ പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത്? 1805 നവംബർ 30 അല്ലെ. 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത്. ആരായിരുന്നു ആ സൈനിക മേധാവി? ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജയെ കൊല്ലപ്പെടുന്ന സമയത്ത് സൈനിക മേധാവി ആർതർ വെല്ലസ്ലി. മലബാറിലെ സബ് കളക്ടറുടെ പേര് തോമസ് ഹാർവേ ബേബർ ആയിരുന്നു. അല്ലെ, തോമസ് ഹാർവേ ബേബറും ആയിരുന്നു. അല്ലെ, പഴശ്ശിരാജയുടെ പതനത്തിന് കാരണമാകുന്ന സബ് കളക്ടർ ആയിരുന്നു. പിന്നെ സൈനിക മേധാവി ആരുമായിട്ടാണ് എതിരിട്ടെന്ന് ചോദിച്ചാൽ ആർതർ വെല്ലസ്ലിയാണ്. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97 രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805 എന്നാ പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത് 1805 നവംബർ 30 കൊല്ലപ്പെടുന്നത്. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയിലാണ്. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാ? ഒന്നാമത്തെ അവസ്ഥ ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ അവസ്ഥ. അല്ലെ, സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ അവസ്ഥ. പ്രപഞ്ചത്തിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നതും പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മ അവസ്ഥ. പിന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അല്ലെ, 7ാമത്തെ അവസ്ഥ ഏതാണ്? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയുന്നതാണ് 7ാമത്തെ അവസ്ഥ. അങ്ങനെ 10 അവസ്ഥകളും ഒന്ന് പഠിച്ചിട്ടൊക്കെ ഒന്ന് പോണേ. ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം എത്രാമത്തെയാണെന്ന്. അതുകൊണ്ട് 10 സയൻസ് സാറുമാര് പഠിപ്പിക്കും. അത് നല്ലവണ്ണം നോക്കിയിട്ടേ പോവാം. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ അവസ്ഥ. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം പണിയാർ ഗോത്ര വിഭാഗക്കാരാണ്. പണിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ ആദിവാസി വിഭാഗം കുറിച്യറാണ്. ആദ്യത്തത് പണിയാറും രണ്ടാമത്തത് കുറിച്യറുമാണ്. കുറിച്യർ ഓർത്തു വെച്ചിരിക്കണേ. കുറിച്യർ കലാപം ഏത് വർഷമാണ്? കുറിച്യർ കലാപം 1812 അല്ലെ. 1812 കുറിച്യർ കലാപം. കുറിച്യർ കലാപത്തിന്റെ നേതാവാരാണ്? രാമൻ നമ്പി അല്ലെ. രാമൻ നമ്പിയാണ് കുറിച്യർ കലാപത്തിന്റെ നേതാവ്. അല്ലെ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതുമായി ബന്ധപ്പെട്ടതല്ലേ കുറിച്യർ കലാപം? ആണ്, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്യർ കലാപം. ഇനി കേരളത്തിൽ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം മലയരയന്മാരും കേരളത്തിൽ സാക്ഷരത ഏറ്റവും കുറവ് ചോല നായ്ക്കന്മാർ. ഗുഹകളിലൊക്കെ താമസിക്കുന്നല്ലേ ഇത് പറയാറുള്ളത്.
കേരളത്തിൽ സാക്ഷരത ഏറ്റവും കൂടുതലുള്ളത് മലയരയന്മാർ, സാക്ഷരത ഏറ്റവും കുറവുള്ള ആദിവാസി വിഭാഗം ചോല നായ്ക്കന്മാരാണ്. ഇനി കയ്യിലെയും കാലിലെയും പ്രധാന അസ്ഥികളെ ഒന്ന് പഠിച്ചു നോക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ചോദ്യം. റേഡിയസ്, അൾന, ഹ്യൂമറസ്, ഇത് മൂന്നും കയ്യിലെ കാണപ്പെടുന്ന അസ്ഥികളുടെ പേരാണ്. എവിടെയാണ് കാണപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കാം. റേഡിയസ്, അൾന, ഹ്യൂമറസ്. കാലിലെ പ്രധാന അസ്ഥികൾ ടിബിയ, ഫീമർ, ഫിബുല. കേട്ടോ, ടിബിയ, ഫീമർ, ഫിബുല ഒക്കെ കാലിലാണ്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റല്ല. ചോദിക്കാറില്ലേ, നല്ലൊരു ക്വസ്റ്റ്യൻ. പാറ്റല്ല എവിടെ കാണപ്പെടുന്നു? കാൽമുട്ടിൽ. വിരലിലെ അസ്ഥിയുടെ പേര് ഫലാഞ്ചസ്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് ചോദിക്കാം, പാറ്റല്ല. വിരലിലെ അസ്ഥിയുടെ പേര് ഫലാഞ്ചസ്. കാലിലെ ഉപ്പൂറ്റിയിലെ അസ്ഥിയുടെ പേര് കാൽക്കേനിയസ് എന്ന് വിളിക്കുന്നു. കാൽക്കേനിയസ്. അപ്പം കാൽമുട്ട് പാറ്റല്ല, വിരല് ഫലാഞ്ചസ്, കാലിലെ ഉപ്പൂറ്റിയിലെ അസ്ഥിയുടെ പേര് കാൽക്കേനിയസ് എന്ന് പറയുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട പ്രധാനമായിട്ടും റാഷ് ബിഹാരി. സുഭാഷ് ചന്ദ്രബോസ് എന്നും പറയാറുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്കൂൾ ടെസ്റ്റിൽ 1942 റാഷ് ബിഹാരി ബോസ് ആണ് ഇത് സ്ഥാപിച്ചത്. കേട്ടോ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചതും ഇദ്ദേഹം തന്നെ അല്ലെ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗും പിന്നീട് INA ഇൻഡിപെൻഡൻസ് ലീഗും കൂടെ ഒന്നിപ്പിച്ച് പ്രവർത്തിച്ചത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് 43-ലാണ്. കേട്ടോ, അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ബോസ് 42-ലാണ്. സിംഗപ്പൂരാണ് ഇതിന്റെ പ്രധാന പ്രവർത്തന മേഖല. INA ഇൻഡിപെൻഡൻസ് ലീഗും കൂടെ ചേർന്ന് പ്രവർത്തിച്ച് പിന്നെ സുഭാഷ് ചന്ദ്രബോസ് കൊണ്ടുപോയി 43-ലാണ് അല്ലെ. INA വനിതാ വിഭാഗത്തിന്റെ നേതാവ് ആരാണ്? INA വനിതാ വിഭാഗം അത് ക്യാപ്റ്റൻ ലക്ഷ്മി അല്ലെ. ക്യാപ്റ്റൻ ലക്ഷ്മി. ഝാൻസി റാണി റെജിമെന്റ് എന്നല്ലേ പറയുന്നത്, ഝാൻസി റാണി. INA ചേർന്ന 2 മലയാളികളുടെ പേര് ചോദിക്കുമല്ലോ. INA ചേർന്ന 2 മലയാളികൾ, ഒന്ന് വക്കം അബ്ദുൾ ഖാദറും 2 ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ്. ഒന്ന് വക്കം അബ്ദുൾ ഖാദറും 2 ക്യാപ്റ്റൻ ലക്ഷ്മിയും. അത് നോട്ടെ. അടുത്ത നല്ലൊരു പോയിന്റ്, കൊച്ചി രാജ്യപ്രജാമണ്ഡലം വന്നത് 41-ലാണ്. കൊച്ചി രാജ്യപ്രജാമണ്ഡലം വന്നത് ആരാ? 41. ഇതിന്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യറും ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. അപ്പൊ കൊച്ചി രാജ്യപ്രജാമണ്ഡലം വന്ന വർഷം, അതിന്റെ ആദ്യ വാർഷിക സമ്മേളനമൊക്കെ ഇരിങ്ങാലക്കുടയിലൊക്കെ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ കൊച്ചി രാജ്യപ്രജാമണ്ഡലം വന്നത് 41-ലും. പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ എസ് നീലകണ്ഠ അയ്യറും, സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ VR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. മറന്നുപോരുത്, കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. വോളിബോൾ കളിയുടെ പിതാവ് വില്യം G മോർഗൻ. വോളിബോൾ കളി. ബാസ്കറ്റ് ബോൾ കളിയുടെ പിതാവ് ജെയിംസ് നൈസ്മിത്ത് ആണ്. ജെയിംസ് നൈസ്മിത്ത്. ബാസ്കറ്റ് ബോൾ കളിയിൽ 5 പേരാണ്. കേട്ടോ, ഒരു ടീമിൽ എത്ര പേരാണ്? 5. വോളിബോൾ കളിയിൽ ഒരു ടീമിൽ എത്ര പേരാണ്? 6 പേരാണ്. വോളിബോൾ കളിയിൽ ഒരു ടീമിൽ 6 പേരും ബാസ്കറ്റ് ബോൾ കളിയിൽ ഒരു ടീമിൽ 5 പേരുമാണ്. വോളിബോൾ കളിയുടെ പിതാവ് വില്യം G മോർഗൻ, ബാസ്കറ്റ് ബോൾ കളിയുടെ പിതാവ് ജെയിംസ് നൈസ്മിത്ത് ആണ്. ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് 51-ൽ നമ്മുടെ ന്യൂഡൽഹിയിൽ തന്നെയാണ് ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് 30-ലെ കാനഡയിലെ ഹാമിൽട്ടണിലാണ്. ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് 51 ന്യൂഡൽഹി, കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് 30-ലെ കാനഡയിലെ ഹാമിൽട്ടണിലാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ആരാണ്? ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോദി. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ആരാ? ഗുരുദത്ത് സോദി. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അഗസ്റ്റിലെ കൂപ്പർ. അഗസ്റ്റിലെ അല്ലെങ്കിൽ ആഷിലി കൂപ്പർ എന്നൊക്കെ പറയാം. അഗസ്റ്റിലെ കൂപ്പർ ആണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ്. അപ്പൊ ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഗുരുദത്ത് സോദി, കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് അഗസ്റ്റിലെ കൂപ്പർ ആണ്. കേട്ടോ, അപ്പൊ ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചതെന്ന 51 ന്യൂഡൽഹി. ആദ്യ വിജയി ജപ്പാനാണ്. 2ാം സ്ഥാനം ഇന്ത്യക്കാർക്കായിരുന്നു അന്ന് ഏഷ്യൻ ഗെയിംസിൽ. കേട്ടോ, കോമൺവെൽത്ത് 30-ൽ കാനഡയിലെ ഹാമിൽട്ടണിലാണ്. ഓർത്തു വെച്ചിരിക്കുക. അടുത്തത്, ജേഴ്സി പശുവിന്റെ ജന്മനാട് ഇംഗ്ലണ്ട്, വെച്ചൂർ പശുവിന്റെ ജന്മനാട് കോട്ടയം, സുനന്ദിനി പശുവിന്റെ ജന്മനാട് നമ്മുടെ മാട്ടുപ്പെട്ടി. ഇൻഡോസിസ് പ്രോജക്റ്റ് ഒക്കെ ഇല്ലേ, അവിടെ വികസിപ്പിച്ചെടുത്ത സങ്കരയിനം പശുവാണ് സുനന്ദിനി പശു. വെച്ചൂർ പശു നിങ്ങൾക്ക് അറിയാലോ, നീളം കുറഞ്ഞ പശു ഉണ്ടല്ലോ, നീളവും വീതിയും ഉയരം കുറഞ്ഞ വെച്ചൂർ പശു കോട്ടയമാണ്. ജേഴ്സി പശുവിന്റെ ജന്മനാട് ഇംഗ്ലണ്ടാണ്. പ്രകൃതിയാലുള്ള കൃഷിരീതി എന്ന ആശയം കൊണ്ടുവന്നത് മസനോവു ഫുക്കുവോക്ക. ചോദിക്കാം, സ്കൂൾ ടെസ്റ്റിലുള്ളതാ. പ്രകൃതിയാലുള്ള ഒരു കൃഷിരീതി കൊണ്ടുവന്നത് ഏതാണ്? മസനോവു ഫുക്കുവോക്ക. അദ്ദേഹത്തിന്റെ ആ പ്രധാന ഗ്രന്ഥം ഒറ്റ വൈക്കോൽ വിപ്ലവം. അപ്പൊ ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്നൊക്കെ ചോദിക്കാം. മസനോവു ഫുക്കുവോക്കയാണ് ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് വെച്ച്.
ഇനി അടുത്ത നരസിംഹം കമ്മിറ്റിയും മൽഹോത്ര കമ്മിറ്റിയും ഉണ്ട്. ബാങ്കിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രധാന കമ്മിറ്റിയാണ് ബാങ്കിംഗ് പരിഷ്കരണം, നരസിംഹം കമ്മിറ്റി എന്ന് പറയും. ബാങ്കിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രധാന കമ്മിറ്റി ഏതാണ്? നരസിംഹം കമ്മിറ്റിയാണ്. ഏതാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്? അതായത് ഈ നരസിംഹം കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും ഈ റീജിയണൽ റൂറൽ ബാങ്കുകളൊക്കെ കൊണ്ടുവന്നില്ലേ, ഇതൊക്കെ കൊണ്ടുവരാൻ പ്രധാനമായും കാരണം ഈ ബാങ്കിംഗ് നരസിംഹം കമ്മിറ്റിയാണ്. മൽഹോത്ര കമ്മിറ്റിയാണ് ഇൻഷുറൻസ് രംഗത്തെ പരിഷ്കാരവുമായി വരുന്നത്, മൽഹോത്ര കമ്മിറ്റി. ഇനി വാഷിംഗ് സോപ്പും ഉണ്ട്, ബാത്തിങ് സോപ്പും ഉണ്ട്. വാഷിംഗ് സോപ്പിൽ ഏറ്റവും കൂടുതലുള്ള ലവണം സോഡിയമാണ്. വാഷിംഗ് സോപ്പിൽ ഏറ്റവും കൂടുതൽ സോഡിയവും ബാത്തിങ് സോപ്പിൽ ഏറ്റവും കൂടുതലുള്ളത് പൊട്ടാസ്യം, അടങ്ങിയിരിക്കുന്ന ലവണം പൊട്ടാസ്യമാണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത 4 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും കുറവ് സാന്ദ്രത 0 ഡിഗ്രി സെൽഷ്യസുമാണ്. ജലത്തിലെ ഏറ്റവും കൂടിയ സാന്ദ്രത 4 ഡിഗ്രിയും കുറവ് സാന്ദ്രത 0 ഡിഗ്രി സെൽഷ്യസ്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ, ശരിയാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡിലയും ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബലുമാണ്. ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോമീറ്റർ. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം അക്വാസ്റ്റിക്സ് ആണ്. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? അക്വാസ്റ്റിക്. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഏതാ? ഒപ്റ്റിക്സ് അല്ലെ. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സും ശബ്ദത്തെ കുറിച്ചുള്ള പഠനം അക്വാസ്റ്റിക്സുമാണ്. ശബ്ദ തീവ്രത അളക്കുന്ന ഉപകരണം ഓഡിയോമീറ്റർ ആണ്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഡെസിബൽ ആണ് നമ്മൾ പറയേണ്ടത്. ഹീമോഫീലിയ രോഗം 2 രീതിയിലുണ്ട്. 2 രീതിയിലുണ്ട്. നമുക്ക് ഹീമോഫീലിയയുടെ അപരനാമം എന്താ? രാജകീയ രോഗം, ക്രിസ്മസ് രോഗം. ഇത് തന്നെയാണ് 2 രീതിയിലുണ്ടെന്ന് പറയുന്നത്. രാജകീയ രോഗം എന്നും ക്രിസ്മസ് രോഗം എന്ന് പറയാം. എന്താന്ന് നോക്കേ, പ്രോട്ടീൻ ഫാക്ടർ 8 അഥവാ ഫാക്ടർ എ ഇല്ലാത്തത് കൊണ്ട് മൂലം ഉണ്ടാകുന്ന രോഗം രാജകീയ രോഗം. പ്രോട്ടീൻ ഫാക്ടർ 9 അഥവാ ഫാക്ടർ ബി ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന രോഗം ക്രിസ്മസ് രോഗമാണ് കേട്ടോ. അപ്പം ഹീമോഫീലിയയെ എന്തുകൊണ്ടാണ് രാജകീയ രോഗം എന്നും ക്രിസ്മസ് രോഗം എന്ന് വിളിക്കുന്നത്? പ്രോട്ടീൻ ഫാക്ടർ 8 ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഫാക്ടർ എ ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയയിൽ രാജകീയ രോഗം എന്ന് വിളിക്കുന്നത്. പ്രോട്ടീൻ ഫാക്ടർ 9 അഥവാ ഫാക്ടർ ബി ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്രിസ്മസ് രോഗമെന്ന് ഹീമോഫീലിയെ വിളിക്കുന്നത്. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 കേട്ടോ. അപ്പൊ രാജകീയ രോഗം ഏതാ? ഹീമോഫീലിയ ദിനം. രോഗങ്ങളുടെ രാജാവ് ഏതാണ്? രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ്. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ? റംസെ മക്ഡൊണാൾഡ്. എന്നാ വട്ടമേശ സമ്മേളനങ്ങൾ 1930, 31, 32 അല്ലെ. വട്ടമേശ സമ്മേളനങ്ങൾ 30, 31, 32. ഗാന്ധിജി പങ്കെടുത്തത് 2ാം വട്ടമേശ സമ്മേളനത്തിൽ 31 അല്ലെ. ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമല്ലേ ഗാന്ധിജി പങ്കെടുക്കുന്നത്? ആണ്. 1930 1ാം വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. അപ്പം 30, 31, 32 1ാം വട്ടമേശ സമ്മേളനത്തിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആണ് കേട്ടോ. 2, 3 വട്ടമേശ സമ്മേളനത്തിലെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആണ്. 1ാം വട്ടമേശ സമ്മേളനത്തിലെ വൈസ്രോയി ഇർവിൻ പ്രഭു, 2, 3 വട്ടമേശ സമ്മേളനത്തിലെ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭു. അപ്പൊ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസെ മക്ഡൊണാൾഡ്. ആ സമയത്ത് ബ്രിട്ടീഷ് രാജാവ്, ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ബ്രിട്ടീഷ് രാജാവ് ജോർജ് 5ാമനാണ്. ജോർജ് 5ാമൻ. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടല്ലേ മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണി കഴിപ്പിച്ചത്? ആണ്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ജോർജ് 5ാമൻ ഇന്ത്യ സന്ദർശനത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണി കഴിപ്പിച്ചത്. ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലാണ്. ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലുമാണ്. ധവള വിപ്ലവം എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ്? പാലും പാലുൽപ്പന്നവുമായി ബന്ധപ്പെട്ടതല്ലേ ധവള വിപ്ലവം? 4ാം പഞ്ചവത്സര പദ്ധതിയിൽ 1970 ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഫ്ലഡ്. ധവള വിപ്ലവവുമായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. ആരാ ധവള വിപ്ലവത്തിന്റെ പിതാവ്? കോഴിക്കോടുകാരനായ വർഗീസ് കുര്യൻ. അപ്പൊ 4ാം പഞ്ചവത്സര പദ്ധതി, 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം വരുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതിയിൽ ധവള വിപ്ലവം, ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നത് സ്വിറ്റ്സർലൻഡ്. ബന്ധപ്പെട്ട ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഫ്ലഡ് 1970. ഇന്ത്യയിലെ 2 ചെറിയ സംഘടനകൾ നോക്കെ, ദേവസമാജവും വേദസമാജവും ഉണ്ട്. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായണ അഗ്നിഹോത്രി 1887 ലാഹോറിലാണ്. അന്ന് ഇന്ത്യയിലാണ്. വേദസമാജം ശ്രീധര നായിഡു, ശ്രീധരലു നായിഡു 1864 ചെന്നൈ. ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ദേവസമാജം ശിവനാരായണ അഗ്നിഹോത്രി, വേദസമാജം ശ്രീധരലു നായിഡു ആണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് വിളിക്കുന്നത് മൊയ്യാരത്ത് ശങ്കരനെയാണ് അല്ലെ. ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കേളപ്പനാണെങ്കിലും ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് വിളിക്കുന്നത് മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ബലവാനായ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത് കെ മാധവനെ
മാധവനെയാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിലെ ബലവാനായ സത്യാഗ്രഹി അല്ലെ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഗാന്ധിജിയോടൊപ്പം എത്ര പേർ പങ്കെടുത്തു ഉപ്പ് സത്യാഗ്രഹത്തിൽ? 32 പേരാണ് പങ്കെടുത്തത്. വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയതാര? അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയത്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ പേശികളിൽ ഒരു കോച്ചി വലിവുണ്ടാവും. കോച്ചി വലിവ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ടെറ്റനി. പാരാതെർമോണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. മറന്നുപോരുത്, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ പേശികളിൽ കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. പാരാതെർമോണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകം ആരുടെയാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. മാധവനും തേദിയുമാണ് കേട്ടോ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ മാധവനും തേദിയും. അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് എന്നറിയപ്പെടുന്ന കൃതിയാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് എന്നറിയപ്പെടുന്ന കൃതി ഏതാ? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഇത് എഴുതിയത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. ആദ്യമായിട്ട് അത് അവതരിപ്പിക്കുന്നത് തൃശൂർ ജില്ലയിലെ എടക്കുനി എന്ന് പറയുന്ന സ്ഥലത്താണ്. സെൽഷ്യസ് സ്കെയിലിന്റെ ജലത്തിലെ തിളനില 100 ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റ് സ്കെയിലിൽ ചോദിച്ചാൽ ജലത്തിന്റെ തിളനില 212 ഡിഗ്രി ഫാരൻഹീറ്റും. കെൽവിൻ സ്കെയിലിലാണ് ജലത്തിന്റെ തിളനില എത്ര എന്ന് ചോദിച്ചാൽ 373 കെൽവിനുമാണ്. പോയിന്റ് നല്ലൊരു ക്വസ്റ്റ്യൻ. ജലത്തിന്റെ തിളനില 100 ഡിഗ്രി ആണല്ലോ, അത് നമ്മൾ ഡിഗ്രി സെൽഷ്യസ്. ഒരു പക്ഷെ നിങ്ങളോട് ജലത്തിന്റെ തിളനില ഫാരൻഹീറ്റിൽ ചോദിച്ചാൽ 212 ഡിഗ്രിയാ പറയണ്ടേ. ഇനി കെൽവിൻ സ്കെയിലിൽ ജലത്തിന്റെ ചോദിച്ചാൽ 373 കെൽവിനാണ്. ഹൈഡ്രജൻ എത്ര ഐസോട്ടോപ്പ് ഉണ്ട്? ഹൈഡ്രജന് 3 ഐസോട്ടോപ്പ് ഉണ്ട്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം അല്ലെ. റേഡിയോ ആക്റ്റീവ് ആയ ഒരു ഐസോട്ടോപ്പ് ട്രിഷ്യം ഒക്കെ. കാർബണിന്റെ പ്രധാന ഐസോട്ടോപ്പ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14 അല്ലെ. കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം എന്നൊക്കെ നിർണ്ണയിക്കാൻ കാർബൺ 14 നമ്മൾ പഠിക്കാറില്ലേ? കാർബൺ 14. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണെങ്കിലും ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗാണ്. നല്ലൊരു പോയിന്റ്. എല്ലാവരും യൂണിറ്റ് മാത്രമേ പഠിക്കൂ. CGS യൂണിറ്റ് ചോദിച്ചു വരുന്നുണ്ട്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗാണ്. ഒരു ജൂൾ എത്രയാണ്? 10⁻⁷ എർഗാണ് നമ്മൾ പറയേണ്ടത്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു. വിവരാവകാശ കമ്മീഷൻ വന്ന എന്നാണ്? 2005 ഒക്ടോബർ 12 അല്ലെ. ആദ്യത്തെ ചെയർമാൻ വജാഹത്ത് ഹബീബുള്ളയാണ്. ആദ്യ വനിത ദീപക് സന്ധു ആണ്. രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണ് കേട്ടോ. പക്ഷെ വിവരാവകാശ കമ്മീഷനിൽ അംഗമാകുന്നത് പത്മ ബാലസുബ്രഹ്മണ്യമാണ്. ആദ്യമായി അംഗമാകുന്നത് പത്മാസ് ബാലസുബ്രഹ്മണ്യം. അപ്പൊ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവുന്ന 2 പേരാണ്. ആദ്യത്തത് ദീപക് സന്ധുവും രണ്ടാമത്തത് സുഷമ സിംഗ്. ജനഗണമനയിലെ ആകെ വരികൾ 13ഉം വന്ദേമാതരത്തിലെ ആകെ വരികൾ 24ഉമാണ്. ജനഗണമന പാടാൻ എത്ര സെക്കൻഡ് വേണം? 52 സെക്കൻഡ് വേണം. വന്ദേമാതരം പാടാൻ എത്ര സെക്കൻഡ് വേണം? 65 സെക്കൻഡ് ആണ് വന്ദേമാതരം പാടാൻ വേണ്ടത്. അപ്പൊ ജനഗണമനയില് 52 സെക്കൻഡും വന്ദേമാതരം 65 സെക്കൻഡുമാണ് നമുക്ക് വേണ്ടത്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥം 1772 മലയാള ലിപിയല്ല, മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം 1772. ആരാ? റോമിൽ വെച്ച് ക്ലെമൻ പിയാനോസ് പാതിരിയാണ് ഇത് സ്ഥാപിക്കുന്നത് കേട്ടോ. റോമിൽ വെച്ച് ക്ലെമൻ പിയാനോസ് പാതിരി. മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകം 1678 ഹോർത്തൂസ് മലബാറിക്കസ് അല്ലെ. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മലബാറിലെ സസ്യലതാദികളെ കുറിച്ചല്ലേ ഹോർത്തൂസ് മലബാറിക്കസ്. ആരാ എഴുതിയത്? ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് അല്ലെ. ഹോളണ്ടിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വെച്ചാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. 1678 ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകം എന്ന് ചോദിച്ചാൽ ബൈബിൾ പരിഭാഷ എന്നാ പറയണ്ടേ. കേരളത്തിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകം 1879. രാത്രികാലങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് കുറയുന്നതിന്റെ ഫലമായി നീരാവി ഘനീഭവിച്ച് ജലത്തുള്ളികളായിട്ട് മാറുന്നു. ഇതിനെ തുഷാരം എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന നീരാവി കണങ്ങളായി മാറിയാൽ അതിനെ ഘനീകരണം എന്ന് വിളിക്കുന്നു. അപ്പൊ തുഷാരവും ഘനീകരണത്തിന്റെയും മീനിങ് തെറ്റിപ്പോണ്ട. രാത്രികാലങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് കുറയുന്നതിന്റെ ഫലമായി നീരാവി ഘനീഭവിച്ച് ജലത്തുള്ളികളായി മാറിയാൽ തുഷാരം. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന നീരാവി ജലഗണങ്ങളായി മാറുന്ന പ്രക്രിയയെ എന്ത് വിളിക്കാം? ഘനീകരണം എന്ന് വിളിക്കാം.
ഒരു നിശ്ചിത ഊഷ്മാവിലുള്ള വായുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവാണ് പൂരിതാങ്കം. ഇതൊക്കെ നല്ലൊരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കണേ. പൂരിതാങ്കം ഇതൊന്നും സാധാ ജനറൽ GK-യിലായിട്ട് വരത്തില്ല. വായു നീരാവി പൂരിതമാകാൻ ആവശ്യമായ താപനിലയെ ഹിമാങ്കം എന്ന് വിളിക്കുന്നു. ഹിമാങ്കം എന്ന് വിളിക്കുന്നു. വായു നീരാവി പൂരിതമാകാൻ സഹായിക്കുന്ന താപനില ഏതാണ്? ഹിമാങ്കം എന്ന് വിളിക്കുന്നു. അപ്പൊ പൂരിതാങ്കവും ഹിമാങ്കവും തെറ്റിപ്പോരുതേ. അടുത്തത് വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണവും നീല നിറത്തിന് കാരണവും +2 ചാപ്റ്ററിൽ കിടപ്പുണ്ട്. വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം നൈട്രജനും നീല നിറത്തിന് കാരണം ബോറോണുമാണ് കേട്ടോ. നീല നിറത്തിന് കാരണം ഏതാണ്? ബോറോൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി രാമഗുണ്ടം സോളാർ പദ്ധതി, തെലുങ്കാന. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി കായംകുളം താപവൈദ്യുത നിലയത്തിലാണ്. NTPC-യുടെ കീഴിൽ ഒഴുകുന്ന സോളാർ നിലയവും കൂടിയാണ് കായംകുളം, അല്ലെ? കായംകുളം താപവൈദ്യുത നിലയം നാഫ്ത എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ചൂളത്തെരുവ്, ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തുള്ള ചൂളത്തെരുവിലാണ് ഇത്. ആരുടെ പേരിലാണ് കായംകുളം താപവൈദ്യുത നിലയം? രാജീവ് ഗാന്ധി, അല്ലെ? രാജീവ് ഗാന്ധി കമ്പൈൻ റീസൈക്കിൾ എന്നൊക്കെ പറഞ്ഞല്ലേ തുടങ്ങുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചൂളത്തെരുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ വിനോദസഞ്ചാര പദ്ധതി കൊല്ലം ജില്ലയിലെ ജഡായു നേച്ചർ പാർക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജഡായു പാറ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം എന്നൊക്കെ അറിയപ്പെടുന്നതും ചടയമംഗലം ജഡായു പാർക്ക് തന്നെയാണ്. 200 അടി നീളവും 150 അടി വീതിയും 70 അടി ഉയരവുമാണ് ജഡായു ശില്പത്തിനുള്ളത്. 200 അടി നീളം, 150 അടി വീതിയും 70 അടി ഉയരവുമാണ് ഏതിനുള്ളത്? ജഡായു ശില്പത്തിനുള്ളത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ചടയമംഗലത്തിലാണ് ജഡായു പാറ സ്ഥിതി ചെയ്യുന്നത്. ബ്ലാക്ക് ഷർട്ട്, ബ്രൗൺ ഷർട്ട്, റെഡ് ഷർട്ട്, 3 സൈന്യങ്ങളല്ലേ? ബ്ലാക്ക് ഷർട്ട് മുസോളിനിയുടെയാണ്, അല്ലെ? മുസോളിനി ഇറ്റലി. ബ്രൗൺ ഷർട്ട് ഹിറ്റ്ലർ ജർമ്മനിയുടെയാണ്. റെഡ് ഷർട്ട് ഗാരിബാൾഡി എന്നും പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് റെഡ് ഷർട്ട്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, റെഡ് ഷർട്ട് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, അത് ഉണ്ട്. അദ്ദേഹത്തിന്റെയും റെഡ് ഷർട്ട് എന്നാ പറയുന്ന സൈന്യം. ബ്ലാക്ക് ഷർട്ട് മുസോളിനി, ബ്രൗൺ ഷർട്ട് ഹിറ്റ്ലർ, റെഡ് ഷർട്ട് ആരുടെ ആയിരുന്നത്? ഖാൻ അബ്ദുൾ ഗാരിബാൾഡിയുടെയും ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെയാണ്. ഓറഞ്ച് നഗരം എന്ന് വിളിക്കുന്നത് ഏതാ? ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗ്പൂർ, ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക്, ഇന്ത്യയുടെ മാമ്പഴ നഗരം സേലം, അല്ലെ? സേലം. ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ആപ്പിൾ സംസ്ഥാനമെന്നും പർവ്വത സംസ്ഥാനമെന്നും കാർബൺ വിമുക്ത സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് അല്ലേ? ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗ്പൂരും ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക്കും മാമ്പഴ നഗരം ഏതാണ്? സേലമാണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. പൂർവ്വഘട്ടം കടന്നു പോകുന്നത് ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കണം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂർവ്വഘട്ടം ഏതൊക്കെ നദി? ആ സ്ഥലങ്ങൾ ചോദിക്കും. മഹാനദി താഴ്വര മുതൽ നീലഗിരി വരെ കേട്ടോ. നല്ലൊരു പോയിന്റ്. ഇതൊന്നും അധികം ആരും ശ്രദ്ധിക്കാത്ത പോയിന്റാ. പൂർവ്വഘട്ടം എവിടെ മുതൽ എവിടം വരെയുടെ? മഹാനദി താഴ്വര മുതൽ നീലഗിരിയുടെ തെക്ക് വരെ. പശ്ചിമഘട്ടമോ? ഗുജറാത്തിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ടം കിടക്കുന്നത്. ഗുജറാത്തിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെ. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം 1200 മീറ്റർ. കേരളത്തിൽ 900 മീറ്ററേ ഉള്ളൂ. മൊത്തത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം 1600 മീറ്ററും പൂർവ്വഘട്ടം വെറും 600 മീറ്ററുമാണ് കേട്ടോ. വെറും 600 മീറ്ററുമാണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ? ഉപദ്വീപ് ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൽ കാണുന്ന ആനമുടി, 2695 മീറ്റർ. എവിടെ ആനമുടി? മൂന്നാറിലെ, അല്ലെ? നമ്മുടെ ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്ത്, ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. 2695. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ദോഡ ബേട്ടയാണ്. ദോഡ ബേട്ട. ഏറ്റവും വലുത് ആനമുടി, ഏറ്റവും വലുത് രണ്ടാമത്തത് ദോഡ ബേട്ട. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ആനമല കുന്നുകളിലും ദോഡ ബേട്ട സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലും തമിഴ്നാട്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. തമിഴ്നാട്ടിലാണ് സ്ഥിതി. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദാഗാഡ. ജിന്ദാഗാഡ 1690 മീറ്റർ ആണ്, ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയും പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദാഗാഡ ആന്ധ്രാപ്രദേശാണ്. താർ മരുഭൂമിയിൽ പെയ്യുന്ന വാർഷിക വർഷപാതം 150 മില്ലിമീറ്ററിൽ താഴെയാണ്. താർ മരുഭൂമിയിൽ പെയ്യുന്ന വാർഷിക വർഷപാതം അത്രേ ഉള്ളൂ, 150 മില്ലിമീറ്റർ താഴെ. ലച്ച ഗോത്ര വിഭാഗക്കാർ സിക്കിമിലാണ്. ലച്ച, അല്ലെ? മണിപ്പൂരിൽ ഇപ്പൊ കലാപം നടക്കുന്നുണ്ടല്ലോ, കുക്കീസ് ഗോത്ര കലാപക്കാർ, അല്ലെ? കുക്കീസ് എവിടെയെന്ന് ചോദിച്ചാൽ മണിപ്പൂരും ലച്ച
ഗോത്ര വിഭാഗക്കാരെവിടെയാണ്? അത് സിക്കിമിലാണ്. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട തടാകമാണ് മണിപ്പൂരിലെ ലോക്താക് തടാകം കേട്ടോ. ഒഴുകുന്ന ദേശീയ പാർക്കൊക്കെ അതിലല്ലേ, കെയ്ബുൾ ലഞ്ചാവോ എന്ന് പറയുന്ന ദേശീയ പാർക്കൊക്കെ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ തടാകം ഏതാണ്? മണിപ്പൂരിലെ ലോക്താക് തടാകം. മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ട മൊളാസിസ് തടം സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട മൊളാസിസ് തടം സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ തടാകം ഏതാ? ലോക്താക് തടാകം മണിപ്പൂരാണ്. ജൂമിംഗ് കൃഷിരീതി എന്ന് പറയുന്ന ഒരു കൃഷിരീതി അരുണാചൽ പ്രദേശിലുണ്ട്. ജൂമിംഗ് കേട്ടോ. ലുഷായി കുന്നുകൾ മിസോറാം. എപ്പോഴും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പൊ ലെപ്ച ഗോത്ര വിഭാഗക്കാർ സിക്കിമിലാണ്. ലുഷായി കുന്നുകൾ എവിടെയാണ്? ലുഷായി കുന്നുകൾ മിസോറാം. ഏറ്റവും വലിയ ഡെൽറ്റ നമുക്കറിയാം സുന്ദർബൻ ഡെൽറ്റ അല്ലെ, ഗംഗ ബ്രഹ്മപുത്ര നദീതടത്തിലാണ് സുന്ദർബൻ ഡെൽറ്റ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ത്രികോണാകൃതിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ത്രികോണ. പശ്ചിമ തീരം സ്ഥിതി ചെയ്യുന്ന ഉപവിഭാഗങ്ങൾ കച്ച്, കത്തിയവാർ തീരം, കൊങ്കണ തീരം മഹാരാഷ്ട്ര, ഗോവൻ തീരം, മലബാർ തീരം. കർണാടകയും കേരളവും ഒക്കെ വരുന്നത് മലബാർ തീരം. കച്ച്, കത്തിയവാർ തീരം, കൊങ്കണ തീരം, ഗോവൻ തീരം, മലബാർ തീരം. പൂർവ്വ തീരം സ്ഥിതി ചെയ്യുന്നത് കോറമാൻഡൽ തീരം, തമിഴ്നാടും ആന്ധ്രാപ്രദേശും ചേരുന്ന കോറമാൻഡൽ. നോർത്തേൺ സിർക്കാസ് ഒഡീഷ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഉൾക്കൽ തീരം അത് ഒഡീഷയുടെ വടക്ക് ഭാഗം വരുന്നതാണ് പൂർവ്വ തീരം സ്ഥിതി ചെയ്യുന്ന ഉപഭാഗം. ലക്ഷദ്വീപും മിനിക്കോയി ദ്വീപുകളൊക്കെ അറബിക്കടലിലും ആൻഡമാൻ നിക്കോബാർ കിടക്കുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ്. ലക്ഷദ്വീപ് അറബിക്കടലിൽ, ആൻഡമാൻ ബംഗാൾ ഉൾക്കടൽ. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാറക്കോറത്തിലാണ് അല്ലെ. എവറസ്റ്റും കാഞ്ചൻജംഗയും സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണെങ്കിൽ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാറക്കോറ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് രണ്ടെണ്ണം ഉണ്ട്. ഗൾഫ് ഓഫ് മാന്നാറും ഉണ്ട്, പാക്ക് കടലെടുക്കുക. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക്ക് കടലെടുക്കുക. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് ലൈൻ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും പഠിച്ചുകൊണ്ട് പോകണം. ഉറപ്പാണ്, ഇതൊക്കെ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഉറപ്പാ. 8 ഡിഗ്രി 4 നോർത്ത് മുതൽ 37 ഡിഗ്രി 6 ആണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 68 ഡിഗ്രി 7 ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 ഈസ്റ്റ് വരെയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി കിഴക്കാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി കിഴക്ക്. ഉത്തരയാന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. 8 സംസ്ഥാനങ്ങളിലൂടെ. അപ്പൊ ഉത്തരയാന രേഖ കടന്നു പോകുന്നത് 8 എണ്ണം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മിസോറാമാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്നത് നേരത്തെ എഴുതിയായിരുന്നു. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. അതും കൂടെ നോക്കിയിട്ട് പോണേ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ദ്വീപ് രാഷ്ട്രങ്ങൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയും മാലിദ്വീപും ഉണ്ട്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടം സന്ധിക്കുന്നത് എവിടെ? നീലഗിരിയിൽ വെച്ച്. നീലഗിരി കുന്നുകളിലെ ആദിവാസി വിഭാഗം അറിയപ്പെടുന്നത് തോടവർഗക്കാർ. അപ്പൊ തോടവർഗക്കാർ എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് നീലഗിരിയിൽ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം ഒക്കെ ആരുടെയാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതിയാണ്. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ പ്രയുക്താവ് എന്നൊക്കെ വിളിക്കുന്നത് TK മാധവനെയാണ്. TK മാൻ 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിതയാണ് MV കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിത MV കുട്ടിമാളു അമ്മ. ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ശാഖ തുറന്നതൊക്കെ കോഴിക്കോടാണ്. അയ്യത്താൻ ഗോപാലൻ അല്ലെ, അവരൊക്കെ ഫേമസ് ആണ് ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ടത്. ഓർത്തു വെച്ചിരിക്കുക. കേരളത്തിൽ ശാഖ തുടങ്ങിയത് കോഴിക്കോടാണ്. കായൽ സമ്മേളനം, സാധാ സ്ഥലത്ത് സ്ഥലം കൊടുക്കാത്തതുകൊണ്ട് കായൽ സമ്മേളനം വിളിച്ചു കൂട്ടിയത് കൊച്ചി കായലിലാണ്. പണ്ഡിറ്റ് കറുപ്പൻ 1913 കായൽ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം കിട്ടിയത് നമ്മുടെ സുഗതകുമാരിക്കാണ്. ഗാന്ധിജി അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് 37-ലും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത്
കണ്ടുമുട്ടിയത് 25-ലുമാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടെത്തിയത് 25-ൽ, ഗാന്ധിജിയും അയ്യങ്കാളിയും കണ്ടെത്തിയത് അവസാന വരവിൽ 37-ലാണ്. ഭാരത കേസരി കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ വിളിക്കുന്നത് മന്നത്ത് പത്മനാഭനാണ്. 1914 എന്നെ സ്ഥാപിച്ചത്. ഒത്തിരി കൊണ്ട് പറയാൻ വിട്ടുപോകേണ്ട ഒത്തിരി സമയം ആയതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് അങ്ങ് പോകുന്നത്. ഭാരത കേസരിയും കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിക്കുന്നത് മന്നത്ത് പത്മനാഭൻ. പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ പ്രധാന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്? പൊയ്കയിൽ യോഹന്നാൻ പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനിച്ച പൊയ്കയിൽ യോഹന്നാൻ വാഹത്താൻ ലഹള, കൊഴുക്കഞ്ചിറ ലഹള, മുണ്ടക്കൈ ലഹള, മംഗലം ലഹള, വെള്ളനാടി ലഹള, അടിലഹള ഇതൊക്കെ നടത്തിയത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് 78-ലെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയും പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 78-ലെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി, പ്രധാനമന്ത്രി മൊറാർജി ദേശായി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 76-ലെ 46-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ്. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ്. നല്ലൊരു പോയിന്റ് ആണ്. മൗലിക കടമകൾ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വരുന്നത്. 76-ലെ നിലവിൽ വരുന്നത് 77 ജനുവരി 3-നാണ്. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അത് നല്ലൊരു പോയിന്റ് ആണ്. ICDS പദ്ധതി കൊണ്ടുവന്നത്, അംഗനവാടി പദ്ധതിയുമായി ബന്ധപ്പെട്ട ICDS പദ്ധതി 75 ഒക്ടോബർ 2-നാണ്. 5-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ദിരാഗാന്ധി സർക്കാരാണ് ICDS പദ്ധതി കൊണ്ടുപോയി. 75-ലാണ്. കുടുംബശ്രീ വരുന്നത് 98 മെയ് 17-ന്. 9-ാം പഞ്ചവത്സര പദ്ധതി, ജനകീയ പദ്ധതി എന്നൊക്കെ വിളിക്കുന്നത് 9-ാം പഞ്ചവത്സര പദ്ധതിയല്ലേ. 98-ലാണ് ഇത് വരുന്നത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? പട്ടാഭി സീതാരാമയ്യയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ആദ്യം സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിച്ച് തോറ്റു അല്ലെ, ജയിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1939-ലെ ത്രിപുരി സമ്മേളനത്തിൽ വെച്ചാണ് എതിരാളി പട്ടാഭി സീതാരാമയ്യ. പക്ഷെ സ്വാതന്ത്ര്യാനന്തരം ആദ്യ INC-യുടെ പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യയാണ്. സ്വാതന്ത്ര്യാനന്തരം ആദ്യത്തെ INC-യുടെ പ്രസിഡന്റ്. 100 ചോദ്യങ്ങളാണ് പറഞ്ഞിരുന്നത്, അതിൽ കൂടുതലുണ്ട്. കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഒക്കെ വരുമ്പോൾ എന്തായാലും ഒരു 200 ചോദ്യത്തിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഓട്ടെ, എന്നാലും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമല്ലോ. എല്ലാ അധ്യാപകരും നിങ്ങൾക്ക് 100 ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അത് ഓരോ വിഷയ അടിസ്ഥാനം. ഞാൻ പിന്നെ ഓരോന്ന് എല്ലാം ടച്ച് ചെയ്ത് എല്ലാ മേഖലകളിൽ നിന്നും കുറച്ച് ഇമ്പോർട്ടന്റ് ഇട്ടെന്നുള്ളൂ. ഇനിയും ഞാൻ തീർച്ചയായിട്ടും റിവിഷനും ഹോട്ട് ടോപ്പിക്സും ആയിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഒത്തിരി നല്ല റിവിഷനുമായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള പരീക്ഷകൾ നല്ല ആത്മാർത്ഥമായിട്ട് സമീപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി നേടുന്നത് വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, കിട്ടിയിരിക്കും. ഓക്കെ, എല്ലാവിധ പ്രാർത്ഥനകളുമായിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.